ഗുഡ് മോർണിംഗ് BNI. അപ്പോൾ നമ്മൾ ഇന്ന് BNI മീറ്റിങ്ങിൽ അവതരിപ്പിച്ച ഒരു വളരെ പ്രൊഡക്ടിവിറ്റിയുള്ള ഒരു എജൂസ് റോഡ് എന്ന് പറയാൻ പറ്റില്ല ഒരു സെഷനാണ്. BNI മലപ്പുറം റീജിയനിലെ കൊണ്ടോട്ടി എക്സലൻസ് ചാപ്റ്ററുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്താണ് നമുക്കത് അവതരിപ്പിക്കാൻ പറ്റിയത്. സോ നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടും വാച്ച് ചെയ്തിട്ട് ഇതിൽ പറയുന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ BNIയെ നിങ്ങളിപ്പോൾ യൂട്ടിലൈസ് ചെയ്യുന്നതിനേക്കാൾ വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. സോ എന്താണെങ്കിലും കംപ്ലീറ്റ് ആയിട്ടും നിങ്ങൾ വീഡിയോ കാണുക. എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ആ ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ നമ്മുടെ ഫോളോ ചെയ്യാൻ മറക്കരുത്. സോ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഗുഡ് മോർണിംഗ് BNI. ഷാറല്ലേ? ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ I would like to express my gratitude to my sponsor who is Abubakar NP into LIC category. ഒരു കൈയ്യടി കൊടുക്കുക എനിക്കില്ലെങ്കിലും എൻ്റെ സ്പോൺസർ. Then thank you Malappuram BNI for giving this opportunity to interact with a very vibrant team excellence. പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും സക്സസ് ഹാസ് മെനി ഫാദേഴ്സ് ബട്ട് ഫെയിലർ ഈസ് ആൻ ഓർഫൻ. വിജയത്തിന് അവകാശികൾ ഒരുപാടുണ്ടാവും, പക്ഷേ പരാജയം ഒരു ഓർഫനാന്ന് പറഞ്ഞാൽ ആരുണ്ടാവില്ല. ഓക്കെ. സോ എക്സലൻസിൻ്റെ ജേണിയും ഞാൻ പറഞ്ഞ് നിങ്ങൾ കേട്ട് താഴ്മിച്ച കാര്യമായിരിക്കും ഞാൻ പറയുന്നില്ല, പക്ഷെ എപ്പോഴും നമ്മളൊരു പ്രൈഡോടുകൂടെ ഓർക്കുന്ന ഒരു കാര്യമാണ് എന്താണെങ്കിലും. സോ അങ്ങനത്തെ ഒരു വേദിയിൽ എക്സലൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ കിട്ടിയ അവസരത്തിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. സോ ലെറ്റ് മീ സ്റ്റാർട്ട്. എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ്മാൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 ക്യാപിറ്റൽസ് ഉണ്ട്. ഒന്ന് ഫിനാൻഷ്യൽ ക്യാപിറ്റലാണ്, പൈസ. 2 കൾച്ചറൽ ക്യാപിറ്റലാണ്, നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന ആളുകളുമായി ബന്ധപ്പെട്ട കൾച്ചറാണ്. അത് ചിലപ്പം വ്യത്യസ്തമായ സ്റ്റേറ്റിലെ ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തതാവാം, വ്യത്യസ്തമായ രാജ്യങ്ങളിലെ ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന അനുഭവം എന്ന് പറയുന്നത്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് നൗഡേയ്സ് ഇറ്റ് ഈസ് സോഷ്യൽ ക്യാപിറ്റൽ. നമുക്ക് എത്ര സോഷ്യൽ ആക്സെപ്റ്റൻസ് ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് പല ആളുകളും നമ്മുടെ ഫേമിനെ ബ്രാൻഡ് ചെയ്യുന്നതിനേക്കാൾ അപ്പുറം നമ്മൾ പേഴ്സണൽ ബ്രാൻഡിങ്ങിനൊക്കെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയും. നമ്മളെ എത്ര ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുന്ന വലിയൊരു ഫാക്ടറാണ്. സോ ഈ വേദിയിൽ ഞാനും പറയുന്നത്, ഞാനൊരു ബേസിക്കലി ഒരു ടീച്ചറാണ്. ഞാൻ ഫിസിക്സ് പഠിപ്പിക്കുന്ന ഒരാളാണ് പ്രൈവറ്റായിട്ട് കുറേ വർഷങ്ങളായിട്ട്. BNI വന്നതിന് ശേഷമാണ് എനിക്കൊരു സോഷ്യൽ ലൈഫ് വേണം അല്ലെങ്കിൽ സോഷ്യൽ ഇൻട്രാക്ഷൻ വേണമെന്ന് എനിക്ക് തോന്നിയത് തന്നെ. അതിനു മുമ്പ് എനിക്ക് എൻ്റെ ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല, എഡ്യൂക്കേഷനാണ്. സോ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, എനിക്ക് സോഷ്യൽ മീഡിയ പ്രസൻസ് എനിക്കറിയാം. ഞാൻ സോഷ്യൽ മീഡിയ ചെറിയ രീതിയിലൊക്കെ ഇൻട്രാക്ട് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഈവൻ BNIയിൽ പോലും ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് എന്താണ് BNI, അപ്പോൾ നമ്മൾ പറയും ഇന്ന സ്ഥലത്ത് പോയാൽ നിങ്ങൾക്ക് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം, വിസിറ്ററായിട്ട് അറ്റൻഡ് ചെയ്യാം. അങ്ങനെ ജോയിൻ ചെയ്ത ആളുകൾ പോലും മീൻസ് അത്ര ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ ഷക്കീർ ബാബു CK എന്നുള്ള ഒരു ഇൻസ്റ്റ ID ഉണ്ട്. നിങ്ങളത് ഫോളോ ചെയ്യണമെന്നാണ് ആദ്യമായിട്ട് എനിക്ക് പറയാം. ബിക്കോസ് ഐ വാണ്ട് ടു ഇൻക്രീസ് മൈ സോഷ്യൽ മറന്നുപോയി എത്ര പെട്ടെന്ന് ക്യാപിറ്റൽ. ഓക്കെ, നിങ്ങളും അങ്ങനെ ചെയ്യണമെന്നാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. സോ ലെറ്റ് മീ സ്റ്റാർട്ട്. ചെയ്യുന്നുണ്ടോ? ഓക്കെ. സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് BNI ബ്ലാക്ക് ബെൽറ്റേഴ്സ്. കാരണം ഓൾറെഡി BNI എക്സലൻസ് നിങ്ങളുടെ ആ ഒരു പവർ കാണിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് അടുത്തൊരു സ്റ്റേജിലേക്ക് പോകലാണ്. അതാണ് നമ്മൾ ബ്ലാക്ക് ബെൽറ്റ്. ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയ ആരെങ്കിലുമൊക്കെ ഉണ്ടോ കരാട്ടയിൽ? ആരുമില്ലേ കൊണ്ടോട്ടിയിൽ? ഉണ്ടാവും, പറയാൻ പഠിക്കുന്നു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇനി ബ്ലാക്ക് ബെൽറ്റ് കിട്ടുന്നതിന് മുൻപ് അതിന് മുമ്പ് കുറേ ബെൽറ്റുകൾ കിട്ടാറുണ്ടല്ലേ? ആദ്യം തന്നെ ബ്ലാക്ക് ബെൽറ്റ് കിട്ടുമോ? കരാട്ടയ്ക്ക് പോയ ആളുകളൊക്കെ ഉണ്ടാവും ബ്ലാക്ക് ബെൽറ്റ് ആഗ്രഹിച്ചിട്ട്. നിങ്ങൾക്ക് അറിയുള്ളൂ ചിലപ്പോൾ, അല്ലേ? ട്രെയിനിങ് മാത്രമേ അറിയുള്ളൂ. ഓക്കെ. അപ്പോൾ എന്താണെങ്കിലും കുറേ ബെൽറ്റുകൾ അതിന് മുമ്പുണ്ട്. ആ ബെൽറ്റുകളൊക്കെ നേടിയ ആളുകളാണ് നമ്മൾ. അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് ബെൽറ്റിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി. സോ എങ്ങനെ നമുക്കൊരു കുറച്ചുകൂടെ അഡ്വാൻസ് ലെവലിൽ BNI നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം XX%. നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ സെൽഫായിട്ടൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക, എത്ര ശതമാനം BNI നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ BNI ചേരുന്ന സമയത്ത് നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ല, എന്താണെങ്കിലും BNI ഇങ്ങനെയൊക്കെ ചെയ്തു തരും. എന്ത് പറഞ്ഞാലും നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ട് ബിസിനസ് തന്നെ ആയിരിക്കും. നമ്മൾ പറയും റിലേഷൻഷിപ്പാണ്, അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന പൈസക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിനും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് വേണം. അപ്പോൾ നമ്മൾ പ്രതീക്ഷ എന്ന് പറയുന്നത് നമുക്ക് ബിസിനസ് കിട്ടണം, അല്ലെങ്കിൽ പല പല ഡയമെൻഷൻസ് ഉണ്ടാവും. അപ്പം നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ, ഞാൻ എത്ര ശതമാനം BNI യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്? ഒന്ന് എഴുതാൻ പറ്റുമോ അതിൽ? കാരണം അല്ലെങ്കിൽ നിങ്ങൾ അടുപ്പ് മാറ്റും. കുറച്ച് തന്നെ പറഞ്ഞാൽ ഞാൻ ഇത്ര ശതമാനം ആയിരുന്നില്ല, വേറെ ശതമാനം എന്നൊക്കെ ചിലപ്പോൾ പറയും. വെറുതെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ജോയിൻ ചെയ്തു, ചിലപ്പോൾ 1 വർഷമായിട്ടുണ്ടാവും, 2 വർഷമായിട്ടുണ്ടാവും, ചിലപ്പോൾ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ. എങ്കിലും നമുക്ക് പറയാൻ പറ്റണം
ഏതാണ്ട് എത്ര ശതമാനം ഞാൻ യൂട്ടിലൈസ് ചെയ്തു. അതൊരിക്കലും 100% ആവില്ല, കാരണം അവിടെ ഡബിൾ ഡിജിറ്റേ ഉള്ളൂ. ഐവൻ മൈസറിന് പറയുന്നുണ്ട് ഒരാൾക്ക് 100% BNI യൂട്ടിലൈസ് ചെയ്യാൻ കഴിയില്ല, അതിനപ്പുറത്തേക്ക് ഉണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ ആ ഒരു ഫിഗർ എഴുതിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇത് കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യാൻ. ഇപ്പൊ നിങ്ങൾ 50% എഴുതി, അപ്പോൾ 60 ആക്കണം, 70 ആക്കണം, അല്ലെങ്കിൽ അത് 99 ആക്കണം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 7 പ്രാക്ടീസസ് ആണ് പറയുന്നത്. ഇത് നമ്മൾ ചെയ്തു തുടങ്ങണം, ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ. എല്ലാവരും ചെയ്യുകയാണെങ്കിൽ ചാപ്റ്റർ വേറെ ലെവലാവും. സോ ഒന്നാമത്തെ കാര്യം, ഇതൊക്കെ നമ്മൾ ഐവൻ മൈസറുടെ പോഡ്കാസ്റ്റിൽ നമ്മൾ എടുത്ത കാര്യങ്ങളാണ്. ഒന്നാമത്തെ നിഷ് എക്സ്പെർട്ടീസ്. നമുക്കൊരു കാറ്റഗറി ഉണ്ടല്ലേ BNI, അതല്ലാതെ ബിസിനസ്സും ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ടാവാം, ചിലപ്പോൾ റിലേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടാവാം. നമ്മൾ റിലേറ്റഡ് ആയി ചെയ്യുന്ന ബിസിനസ്സിന് ഇവിടെ വേറെ കാറ്റഗറിയിൽ ചിലപ്പോൾ ആളുണ്ടാവാം, നമ്മളവിടെ ഉണ്ടാവില്ല. ഓക്കെ, പക്ഷെ നമുക്ക് ആഗ്രഹം ഉണ്ടാവും അതിൻ്റെ ബിസിനസ് കൂടെ നമുക്ക് കിട്ടിയാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എപ്പോഴും പറയുന്നത് BNI പറയുന്നത് പവർ ഓഫ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന മേഖലയിൽ നമ്മൾ എന്താവുക, എക്സ്പെർട്ട് ആവുക. അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. നോട്ട് ഓൺലി ഫ്രം ചാപ്റ്റർ എന്ന് പറയുന്നത് അതിന് ഏറ്റവും ചെറിയ ഘടകമാണ്. സോ പലപ്പോഴും പല ആളുകളുടെയും കാറ്റഗറി ചിലപ്പോൾ റീജിയനിലേ ഉണ്ടാവില്ല, പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഇവിടെ ഒരാളുണ്ടെന്നുള്ള കാര്യം വേറെ ആർക്കും അറിയില്ല. സോ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഏറ്റവും ചെയ്യാൻ പറ്റുന്ന കാര്യം, ഒരു ചാപ്റ്റർ ഒരു ലെവലിൽ അപ്പുറത്തേക്ക് വളരണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് റീജിയണൽ ലീഡേഴ്സ് ഉണ്ടായി വരണം. അതായത് നമ്മളെ എക്സലൻസിനെ റെപ്രസെന്റ് ചെയ്യുന്ന പല ആളുകളും മലപ്പുറം BNI എന്ന പേരിൽ അറിയപ്പെടും, ഒരിക്കലും എക്സലൻസ് BNI എന്ന പേരിൽ അറിയപ്പെടുന്നില്ല. മലപ്പുറം BNI, നമ്മൾ എവിടെ പോയാലും നിങ്ങൾ എവിടുന്ന വരുന്നത്, മലപ്പുറം റീജിയൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മലപ്പുറം റീജിയനെ റെപ്രസെന്റ് ചെയ്യുന്ന ലീഡേഴ്സ് ഇവിടുന്ന് എപ്പോഴാണോ ഉണ്ടായി വരുന്നത്, അപ്പോഴായിരിക്കും ചാപ്റ്റർ മെമ്പേഴ്സിന്റെ ബിസിനസ് മറ്റു ഭാഗങ്ങളിലേക്ക് നമുക്ക് ഈസി ആയിട്ട് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ പലപ്പോഴും നമ്മൾ ചോദിക്കും ഇന്ന കാറ്റഗറിയിൽ ആരാ ഉള്ളത്, ചിലപ്പോൾ എൻ്റെ ചാപ്റ്ററിൽ ആളുണ്ടാവില്ല. സോ എൻ്റെ കയ്യിൽ 3-4 ആളുകൾ ഉണ്ടാവും. ഞാൻ പറയും 4 ആളുകളുണ്ട്, നിങ്ങൾക്ക് 4 ആളുകൾ മറ്റു വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ബട്ട് എനിക്ക് വേണമെങ്കിൽ ഒരാളെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രൊമോട്ട് ചെയ്യാം. അപ്പൊ ചാപ്റ്റർ മെമ്പേഴ്സിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ചാപ്റ്റർ ലീഡേഴ്സ് റീജിയൻ ഇഷ്ടം പോലെ വേണം. സോ we expect more and more leaders are coming from excellence to മലപ്പുറം റീജിയൻ. പ്രതീക്ഷിക്കാലോ അല്ലേ? ഒരു ഷാറില്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളൊരു നിഷ് എക്സ്പെർട്ടീസ് ആവുക, ഒരു പ്രത്യേക കാറ്റഗറിയിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യാം, അത് നന്നായിട്ട് അതിൽ നമ്മൾ മാസ്റ്റർ ആവുക എന്നുള്ളതാണ് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയും. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഒരു സ്പെഷ്യലൈസ്ഡ് ഡോക്ടറെ അടുത്ത് പോകാൻ ദീപക് സാർ പറയുന്ന കാര്യമാണ്. സ്പെഷ്യലൈസ്ഡ് ഡോക്ടറെ അടുത്ത് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്, നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ സാധാ MBBS എല്ലാം പോകുക. ഇതേപോലെ തന്നെ നമുക്ക് നിഷ് എക്സ്പെർട്ടീസ് ഉണ്ടാവുക എന്നുള്ളതാണ്. രണ്ടാമത്തെ, സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ്. നമ്മുടെ വിവരവും നമ്മുടെ എക്സ്പീരിയൻസും ചിലപ്പോൾ ലിമിറ്റഡ് ആയിരിക്കാം. ഇവിടെ നമുക്ക് ഈ റൂമിൽ നോക്കിയ വ്യത്യസ്തമായിട്ടുള്ള എക്സ്പീരിയൻസുള്ള ഒരുപാട് ആളുകളുണ്ടാവും. ഇവരുമായിട്ട് നമ്മൾ 1-to-1 ഇഫക്റ്റീവായി ചെയ്യുകയാണെങ്കിൽ അവർ ചെയ്ത ഡൂസ് ആൻഡ് ഡോൺസ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെയാണ് ടാക്കിൾ ചെയ്തത്, ഇങ്ങനെ സിറ്റുവേഷൻ വന്നപ്പോൾ എന്താ ചെയ്ത്, കൊറോണ വന്നപ്പോൾ നിങ്ങൾ എങ്ങനെ സർവൈവ് ചെയ്ത്, ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സൊല്യൂഷൻസ് കിട്ടും. സൊല്യൂഷൻ മാത്രമല്ല, ചില കാര്യങ്ങളൊക്കെ ബിസിനസ് കൊളാബറേഷൻ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ചില കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അവരുമായിട്ടൊരു പാർട്ട്ണർഷിപ്പ് കൊണ്ടുപോകും. പല കാര്യങ്ങൾ, ചിലപ്പോൾ പഠിക്കുന്ന കാര്യത്തിലാവാം, എന്തെങ്കിലും കോഴ്സ് ചെയ്യുന്ന കാര്യത്തിലാവാം, ചിലപ്പോൾ എന്തെങ്കിലും സ്റ്റോൾ എടുക്കുന്ന കാര്യത്തിലാവും. അപ്പോൾ നമുക്ക് BNIയിലൊക്കെ നമ്മൾ ഒരുപാട് പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ ആളുകൾ പലരും പവർ ടീം ബേസ്ഡ് കൊളാബറേറ്റ് ചെയ്തിട്ട് സ്റ്റാൾ എടുക്കാറുണ്ട്. ഒരു സ്റ്റാളിന് 1.5 ലക്ഷം രൂപയാണെങ്കിൽ 4 ആൾക്ക് ചിലപ്പോൾ 2.5 ലക്ഷം രൂപയെ വരുള്ളൂ, മീൻസ് കുറച്ച് എമൗണ്ടേ വരുള്ളൂ, നമുക്ക് അതേ പ്രൊസസ് കിട്ടുകയും ചെയ്യും. അതും ഒരു പാർട്ട്ണർഷിപ്പാണ്. അപ്പോൾ എല്ലാ രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം, കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിപ്പിക്കാൻ പറ്റണം. ദെൻ മൂന്നാമത്തെ, എഡ്യൂക്കേഷൻ പ്രസന്റേഷൻ. നോട്ട് ഓൺലി എഡ്യൂസ്ലോട്ട്, എഡ്യൂക്കേഷൻ പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ പ്രസന്റ് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ എല്ലാം ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കണം. BNI നമുക്ക് തരുന്ന പ്രിവിലേജ് അതെന്നറിയോ, ഇറ്റ് ഈസ് സ്പോട്ട്ലൈറ്റ്. എത്ര പേരോട് സ്പോട്ട്ലൈറ്റ് ചെയ്ത് നമ്മൾ ചാപ്റ്റർ എക്സലൻസ് ചെയ്യണം? സ്പോട്ട്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഫീച്ചർ പ്രസന്റേഷൻ വളരെ വിശദമായിട്ട് ഒരു 1/2 മണിക്കൂർ നേരം നമുക്ക് എന്ത് ചെയ്യാം, റീജിയനിൽ മുഴുവനായിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാം. ഓൺലൈനാണ്. ഇപ്പൊ ഈ ഒരു 6 മാസമായിട്ട് കുറച്ച് ഡൗൺ ആയിരുന്നു. പക്ഷെ പലപ്പോഴും സ്പോട്ട്ലൈറ്റ് ചെയ്യുക വഴി നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് എന്താണെന്നുള്ളത്, നമ്മൾ 5 മിനിറ്റോ 6 മിനിറ്റോ കൊണ്ട് നമുക്ക് ബിസിനസ് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക്. അപ്പൊ 1/2 മണിക്കൂർ നേരം നമുക്ക് സമയം കിട്ടും. പിന്നെ 1/2 മണിക്കൂർ നേരം ഇവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. നോട്ട് ഓൺലി BNI മെമ്പേഴ്സ്, ആര് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിങ്ങൾ മാക്സിമം ആളുകളെ എഡ്യൂക്കേഷനിലേക്ക് എത്തിക്കുക, എഡ്യൂക്കേറ്റ് ചെയ്യാം. അപ്പോഴാണ് നമ്മുടെ ആ റേഞ്ച് കൂടുള്ളൂ, ആ പെർസെൻറ്റേജ് കൂടുള്ളൂ. അല്ലാതെ എക്സലൻസ് എന്ന് മാത്രം ബിസിനസ് കിട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ മാക്സിമം BNI തരുന്ന ഓപ്പർച്യൂണിറ്റീസിൽ ഉപയോഗപ്പെടുത്തുക. ദെൻ ഇൻഡസ്ട്രി ട്രെൻഡ്സ്, നമ്മുടെ ഇൻഡസ്ട്രിയിൽ മാറുന്ന ട്രെൻഡുകൾ കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റഡ് ആവുക. സാധാരണ നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പൊ പുതിയൊരു സംഭവമില്ലേ ഹംസക, പുതിയ ടെക്നോളജി എന്താണെങ്കിലും വന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ഈ അപ്ഡേറ്റ് ചെയ്ത കാര്യം നമുക്കിവിടെ പറയാൻ പറ്റും. 30 സെക്കൻഡ് പ്രസന്റേഷൻ പറയുമ്പോൾ പറയാൻ പറ്റണം. ഇതാ നിങ്ങൾക്ക് അറിയോ, പുതിയൊരു ആ ഒരു ട്രെൻഡ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ വന്നിട്ടുണ്ട്, ആ സാധനമാണ് ഇത്, ഇതിനു വേണ്ടി എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ആളുകൾ മനസ്സിലാക്കും
ഇയാൾ ഭയങ്കര അപ്ഡേറ്റ് ആയ ആളാണ്, പുതിയ കാര്യങ്ങളൊക്കെ ഇയാൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആവുക, അത് മാക്സിമം ആളുകൾ അറിയിക്കാം. ദെൻ റിഫർ ട്രാക്കിംഗ്. BNA നമ്മൾ പറയുന്നത് ഓൾഡ് ഈസ് ഗോൾഡ്, കേട്ടുണ്ടോ? BNA ഒരു പ്രയോഗമാണ് ഓൾഡ് ഈസ് ഗോൾഡ്. ഓൾഡ് ഈസ് ഗോൾഡ് നമ്മളിപ്പോഴും പറയാറുണ്ട്. BNA ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണെന്നറിയോ? ഇറ്റ് ഈസ് BNA കണക്റ്റിലുള്ള റെഫറൻസ് ആണ്. നമുക്കിപ്പോൾ ഫൈസൽ ബായിക്ക് ഞാൻ റെഫറൽ കൊടുത്തു എന്ന് വിചാരിക്കാം. ഒരു പക്ഷേ അദ്ദേഹം കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അവർ പറയും, ഇല്ല ഇപ്പോൾ ആ റിക്വയർമെന്റ് ആയിട്ടില്ല, കുറച്ചുകൂടെ കഴിയണം, അല്ലെങ്കിൽ ഓൾറെഡി ഞങ്ങളത് പർച്ചേസ് ചെയ്ത് നിങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടോ. പക്ഷെ അപ്പോഴും ഫൈസൽ ബായിക്ക് എന്ത് ചെയ്യാം, ഒരു ബന്ധം സ്ഥാപിക്കും. ഓക്കെ, ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നൊന്ന് കോൺടാക്ട് ചെയ്യണം, ഒരു റിലേഷൻഷിപ്പ് നമുക്കവിടെ മെയിൻറ്റെയിൻ ചെയ്യാം. ഒരു വർഷം കഴിഞ്ഞിട്ട് ആ റെഫറൽ അവിടെ തന്നെ കിടക്കുന്നുണ്ടോ, പോകുന്നുണ്ടോ? BNA കണ്ടിൽ നിന്ന് പോവോ? ഫോണ് മാറ്റിയാൽ പോകില്ല, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ പോകില്ല. നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ BNA ഇന്ററാക്ട് ചെയ്ത A to Z കാര്യങ്ങൾ ആദ്യം മുതൽ, അതിന് ഇയർ ബാക്ക് ഒന്നുമില്ല. 13 വർഷം മെമ്പർഷിപ്പുള്ള ഒരാളെങ്കിൽ 13 വർഷം മുമ്പത്തെ ഡാറ്റ അവിടെ തന്നെ ഉണ്ടാവും, എങ്ങോട്ടും പോവില്ല. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ പഴയ റെഫറൻസ് അത് കൺവേർട്ട് ചെയ്തതാണെങ്കിലും ചെയ്യാത്തതാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീണ്ടും അയാളെ റിമൈൻഡ് ചെയ്യാം. സാർ, നമ്മൾ 6 മാസം മുമ്പേ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്നറിയില്ല, BNA പറഞ്ഞിട്ട് ഇപ്പം എന്തെങ്കിലും റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം കേട്ടോ. ചിലപ്പോൾ അപ്പോഴായിരിക്കും ചിലപ്പോൾ റിക്വയർമെന്റ് വന്നിട്ടുണ്ടാവുക. കണക്ട് ചെയ്ത ആൾ ചിലപ്പോൾ ഇതൊക്കെ മറന്നു പോയിരുന്നു. സോ ദാറ്റ് ഈസ് ഓൾഡ് ഈസ് ഗോൾഡ്. റെഫറൽ ട്രാക്കിംഗ് എന്ന് പറയും. നമുക്ക് കിട്ടിയ റെഫറൻസും ചിലപ്പോൾ മിസ്സായി പോയ റെഫറൻസ് നമുക്ക് എന്ത് ചെയ്യാം, ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കാം, അയാളെ നമുക്ക് റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കാം. ബിക്കോസ് വി ആർ ഹാവിംഗ് വൺ പ്രിവിലേജ് കാൾഡ് BNA മെമ്പർഷിപ്പ്. നമുക്ക് വിളിക്കുമ്പോൾ പറയാം, സാർ ഞാൻ BNA മെമ്പർ ആണ് കേട്ടോ. ഈവൻ വിസിറ്റേഴ്സിനോട് വേണ്ടി നമുക്ക് ഇന്ററാക്ട് ചെയ്ത് പറയാം, നിങ്ങളന്ന് വിസിറ്റർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ BNA മെമ്പറാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം റെഫറൻസ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യം. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, റെഫറൽ കിട്ടി അത് ബിസിനസ് ആയി പോയാൽ പിന്നെ അത് അങ്ങനെ ക്ലോസ് ചെയ്യും. ബിസിനസ് ആയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒഴിവാക്കും. പക്ഷെ നമ്മൾ ട്രാക്ക് ചെയ്യാനുള്ള സിസ്റ്റം ഒരിക്കലും നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാതിരിക്കരുത്. ദെൻ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻസ്. നമുക്ക് വാട്സപ്പ് ക്യാമ്പയിൻ നടക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്, അത് ഏറ്റവും ഇഫക്റ്റീവായി നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബിസിനസ് നമുക്ക് ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ചെയ്യും. എവിടെ നിന്നാണ് വരിക എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഹാർമണി ചാപ്റ്ററിന്റെ സപ്പോർട്ടാണ്. ഹാർമണി ചാപ്റ്ററിൽ ഈ ആക്ടിവിറ്റീസ് കുറച്ച് കുറഞ്ഞു പോയ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്നുകൂടി ഉഷാറാക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ് നമ്മൾ ഒന്ന് ഉഷാറായി. അപ്പോൾ ഞാനും അവരുടെ സ്റ്റാറ്റസ് ഞാൻ വെക്കാറുണ്ട്, കാരണം ഞാൻ സപ്പോർട്ട് ആയതുകൊണ്ട് ഞാൻ വെക്കാറുണ്ട്. സോ അവിടെ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്ന ഒരാളുണ്ട്, ഫിക്സ് ചെയ്തൽവി എന്ന് പറയും. സോ അത് ഞാൻ വെച്ച സ്റ്റാറ്റസ് കണ്ടിട്ട് പട്ടാമ്പി മീൻസ് വല്ലപ്പുഴ ഭാഗത്തുനിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഗൾഫിലുള്ള, എന്നെ വിളിക്കാറൊന്നുമില്ല, കണ്ടിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു, എനിക്ക് വീടിൻ്റെ പണി ഇതുവരെ ആയിട്ടുണ്ട്, അപ്പോൾ ലാൻഡ്സ്കേപ്പിൻ്റെ ആളെന്ന് കാണും. അത് കണക്റ്റഡ് ആവും ചെയ്തു, അത് ബിസിനസ് ആവും ചെയ്തു. ഐ തിങ്ക് മോർ ദാൻ 4 lakh rupees ബിസിനസ് ആയി. ഞാനെന്ത് ചെയ്തോളൂ, ഒന്നും ചെയ്തില്ല. ഞാൻ അയാൾക്കും പ്രതീക്ഷയില്ല, എനിക്കും പ്രതീക്ഷയില്ല ബിസിനസ് ആവുന്നൊക്കെ. പക്ഷെ ഇത് എപ്പോഴാണ് ബിസിനസ് ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പലപ്പോഴും അതെന്ത് ചെയ്യാം, മൈൻഡ് ചെയ്യാതിരിക്കണം, ഇതൊന്നും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. ബട്ട് ഇറ്റ് ഈസ് റോങ്. സോഷ്യൽ മീഡിയയുടെ പവർ എന്ന് പറയുന്നത് വളരെ അടിപൊളിയാണ്. അപ്പം നിങ്ങൾക്ക് ഈ ക്യാമ്പയിനിങ് മാത്രമല്ല, ഒരുപാട് നമുക്ക് ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ അയാളുടെ മനസ്സിൽ തോന്നുന്ന ഒരു ആശയം ഉണ്ടാവും, അത് നമുക്ക് പലർക്കും ബിസിനസ് ആയിട്ട് മാറും. നോട്ട് ഓൺലി ഫ്രം ദ ചാനൽ ചാപ്റ്റർ എന്നുള്ള ബിസിനസ് ആണ് വിചാരിക്കുന്നത്, ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും നമുക്ക് ബിസിനസ് കിട്ടാം. സോ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻസ് മാക്സിമം നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്യാം. ആൻഡ് ദ ഫൈനൽ വൺ ഈസ് കൺസിസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ. പലപ്പോഴും ചാപ്റ്റർ മെമ്പേഴ്സിന് അറിയാം, വരുന്ന സമയത്ത് ബിസിനസ് കിട്ടാം, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ഈഗോ ക്ലാഷുകൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഡീലിംഗിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ബിസിനസിന്റെ പ്രൊഫഷൻസ് ഒക്കെ അടിപൊളിയായിരിക്കാം. അപ്പം ഞങ്ങൾ ചാപ്റ്ററിലൊക്കെ മെമ്പേഴ്സ് പലരുണ്ട്, പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ മേഖല ആളുകൾ. റെഫറൻസ് കൊടുക്കും, ബിസിനസ് ആവും, കണ്ടിന്യൂസ് ബിസിനസ് കിട്ടും. ചിലപ്പം പൈസ കിട്ടാൻ കുറച്ച് പെൻഡിങ് ആയി കഴിഞ്ഞാൽ റെഫറൽ കൊടുത്ത ആൾ കുറ്റം പറയും, ഈ തന്ന റെഫറലാണ് അവിടുന്ന് പൈസ കിട്ടുന്നില്ല. ഹി ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. നമ്മുടെ കമ്പനിയുടെ പോളിസി നമ്മളാണ് തീരുമാനിക്കുന്നത്. അഡ്വാൻസ് എപ്പോൾ വാങ്ങണം, എത്ര പൈസ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം, അതൊന്നും റെഫറൽ തന്ന ആൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റെഫറൻസ് കൂടെ പതിയെ കുറയാൻ തുടങ്ങും. സോ ഒരിക്കലും നമ്മുടെ ചാപ്റ്റർ മെമ്പേഴ്സിനിടയിൽ ഒരിക്കലും ഒരു ഗ്യാപ്പ് ഉണ്ടാവരുത്. ഇൻ കേസ് അങ്ങനെ ഒരു ഗ്യാപ്പ് എപ്പോൾ ഉണ്ടാവും നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ, ആരാണോ അത് മീഡിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് അയാൾ വിളിച്ച് കൃത്യമായിട്ട് സംസാരിച്ചത് ഉടനെ തന്നെ തീർക്കണം. കാരണം ഇത് സാധാരണ ആളുകൾ പോലെ റിലേഷൻഷിപ്പ് അല്ല. നമുക്കറിയാം, നമ്മളൊരു കോർ വാല്യൂ എന്താ, ബിൽഡിംഗ് മീനിങ് ഫുൾ റിലേഷൻഷിപ്പാണ്. വെറുതെ നമ്മൾ ഹായ് ബായ് വന്നാൽ റിലേഷൻഷിപ്പ് ആവില്ല. റിലേഷൻഷിപ്പ് ആയി എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഐവൻ മൈസൂർ പറഞ്ഞ 10 കാര്യങ്ങളുണ്ടാകും, നമുക്ക് നിൽക്കാൻ സമയമില്ല. അത് വന്നാലാണ് റിലേഷൻഷിപ്പ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ല നമ്മൾ ഫോൺ നമ്പർ സേവ് ചെയ്തതിൽ എന്തല്ല, റിലേഷൻഷിപ്പ് അല്ല. അപ്പൊ BNA പറയുന്ന ഓരോ കാര്യങ്ങൾക്കും ഇൻ ഡെപ്ത് മീനിങ് ഉണ്ട്. അത് നമ്മൾ എന്നാണോ മനസ്സിലാക്കുന്നത് അന്നായിരിക്കും നേരത്തെ പറഞ്ഞതുപോലെ ആ പെർസെൻറ്റേജ് ഓഫ് യൂട്ടിലൈസേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കൂട്ടാൻ പറ്റുക. സോ ഇപ്പൊ കിട്ടുന്ന ബിസിനസ് ഒരു ബിസിനസ് അല്ല എന്നും ഇതിനേക്കാൾ നമ്മൾ എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്നും മനസ്സിലാക്കിയിട്ട് നമ്മൾ കൂടുതൽ സ്ട്രാറ്റജിക് മൂവ്മെന്റ് നടത്തുകയാണെങ്കിൽ we will get more and more business. Are you ready for that? Yes. ഇതാണ് ക്വസ്റ്റ്യൻ. സോ ദാറ്റ്സ് ഓൾ. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഇവിടെ നിങ്ങൾ നോക്കുക, ഐവൻ മൈസൂരുടെ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയി ജൂലൈ ലാസ്റ്റ് വീക്കിൽ പറഞ്ഞൊരു കോട്ട നിങ്ങളവിടെ കാണാം, നെറ്റ്വർക്കിംഗ് വിത്തൗട്ട് ഫോളോ ത്രൂ ഇസ് എ വേസ്റ്റ് ഓഫ് ടൈം. നമ്മൾ ചെയ്യുന്ന നെറ്റ്വർക്കിംഗ് ആണല്ലേ,
മറ്റേ ഫസൽ ഭായിയുടെ കോൺടാക്റ്റിലുള്ള ആളുകളെ എനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫസൽ ഭായിയുടെ കോൺടാക്റ്റിലുള്ള ആളുകളെ എനിക്ക് യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് ഞാനും ഫസൽ ഭായും നെറ്റ്വർക്കിലാണെന്ന് പറയാൻ പറ്റും. ഇത് നെറ്റ്വർക്കിംഗ്. അപ്പം അയൽ മൈസൂർ പറയാണ്, ഫോളോ ത്രൂ ഇല്ലാത്ത ഒരു നെറ്റ്വർക്കിംഗ് വേസ്റ്റ് ഓഫ് ടൈമാണ്. നമ്മൾ വെറുതെ മീറ്റിംഗ് വരുന്നു പോകുന്നു, സമയം വെറുതെ വേസ്റ്റ് ആവും. എന്താ ഫോളോ അപ്പും ഫോളോ ത്രൂവും തമ്മിൽ വ്യത്യാസം? ഫോളോ അപ്പ് കിട്ടില്ലേ, നമുക്ക് റെഫറൽ കിട്ടും, നമ്മൾ എന്ത് ചെയ്യും? ഫോളോ അറ്റ്ലീസ്റ്റ് നമ്മൾ വിളിച്ചു പോകും, നമുക്ക് അന്നാണ് ആവശ്യമുണ്ടോ എന്ന് വിളിച്ചു പോകും, അത് ഫോളോ അപ്പ്. വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫോളോ അപ്പ് ആൻഡ് ഫോളോ ത്രൂ? ഫോളോ ത്രൂ എന്ന് പറഞ്ഞാൽ ഫോളോ അപ്പ് അൺടിൽ ദ എൻഡ്. ആ സാധനം ക്ലോസ് ചെയ്യുന്നവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് വരാം, നിർത്താൻ പാടില്ല, അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകും. സോ എന്താണ് നമുക്ക് കിട്ടിയ അസൈൻമെന്റ്, അത് കംപ്ലീറ്റ് ആകുന്നത് വരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക? ഫോളോ ത്രൂ. സോ ഫോളോ അപ്പിന്റെ മേലെ കിടക്കുന്ന കാര്യം ഫോളോ ത്രൂ. സോ ഫോളോ ത്രൂ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നെറ്റ്വർക്കിംഗ് മീനിങ് ആകുമെന്നാണ് നമ്മുടെ ഫൗണ്ടർ നമ്മൾ നടത്തുന്നത്. ദാറ്റ്സ് താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഗുഡ് മോർണിംഗ് എക്സലൻസ്.